ആലപ്പുഴ പുന്നപ്രയിൽ വീണ്ടും ഡോൾഫിന്റെ ജഡമടിഞ്ഞു. പുന്നപ്ര വാവക്കാട് പുഴയിലാണ് ജഡമടിഞ്ഞത്. ഒരാഴ്ചക്കിടെ ഇത് മൂന്നാം തവണയാണ് പുന്നപ്രയിൽ ഡോൾഫിന്റെ ജഡം വന്നു ചേരുന്നത്. നാട്ടിലെ ആളുകളുടെ പ്രതികരണം 2 വാർഡിൽ ഇതേ സംഭവം ഉണ്ടായിരുന്നു. അത് വെറ്റിനറി ഡോക്ടർ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷമാണ് അത് മറവ് ചെയ്തത്. ഇതിൻ്റെ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ബാധകമല്ലേ, മീനിന് കടലിൽ നിന്ന് വന്ന സാധനമല്ലേ. അപ്പോൾ അതിൻ്റെ ദോഷം കൊണ്ടാണ് ഇപ്പം നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. രഘുനാഥ് നാരായണനുണ്ട്. രഘു, ഈ കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്ന വിദഗ്ധർ എന്തെങ്കിലും ഒരു സൂചനയെന്നോ അതോ സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ? സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഭാസമാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. സാധാരണഗതിയിൽ ഡോൾഫിൻ കൂട്ടമായിട്ടാണ് സഞ്ചരിക്കാറുള്ളത്. ഈ ഡോൾഫിനുകൾ, ചില ഡോൾഫിനുകൾ കൂട്ടം തെറ്റിപ്പോവും. ഈ ശബ്ദത്തിൻ്റെ ആ ശബ്ദം വെച്ചാണ് ഇത് സഞ്ചരിക്കുക. ശബ്ദമാണ് ഇതിൻ്റെ ദിശയും മറ്റുമൊക്കെ ഈ ഡോൾഫിനെ മനസ്സിലാക്കി കൊടുക്കുന്നത്. പക്ഷേ ഈ കടൽ പ്രക്ഷുബ്ധമാവുമ്പോൾ ഇതിന് ആ ദിശയൊക്കെ മറ്റുള്ളൊരു കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാകാതിരിക്കുകയും കപ്പലിലും മറ്റ് ചെറുവള്ളങ്ങളിലുമൊക്കെ ഇടിച്ച് ചാവാനുള്ളൊരു സാധ്യതയുണ്ട്. എന്ന് മാത്രവുമല്ല, ഈ ആലപ്പുഴ തീരത്തേക്ക് ഇത്തരത്തിൽ ഡോൾഫിൻ്റെയും ഒപ്പം തന്നെ തിമിംഗലത്തിൻ്റെയും ഒക്കെ ജഡം കൃത്യമായ ഇടവേളകളിൽ അടിയാനുള്ള ഒരു കാരണമായി പറയുന്നത് വടക്ക് നിന്ന് തെക്കു ഭാഗത്തേക്കാണ് ഒഴുക്കുള്ളത്. കാറ്റും ഈ ദിശയിലേക്കാണ്. എന്ന് മാത്രമല്ല, ആലപ്പുഴ ഭാഗത്തേക്കാണ് കടലിൻ്റെ വലിച്ചിലുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ മംഗലാപുരം ഭാഗത്തൊക്കെ ഈ തിമിംഗലം ചത്താലും അതിൻ്റെ ജഡം അടിയാനുള്ളൊരു സാധ്യത ആലപ്പുഴ തീരത്താണ്. കാരണം ഞാൻ ഈ തിമിംഗലത്തിൻ്റെ കാര്യം കൂടി പറയുന്നത്, ഒരാഴ്ച മുൻപാണ് തൊട്ടപ്പുറത്തുള്ള പുറക്കാട് പഞ്ചായത്തിൽ 2 ഇടങ്ങളിലായി തിമിംഗലത്തിൻ്റെ ജഡം അടിഞ്ഞത്. അതിൻ്റെയൊക്കെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എന്താണ് ഇതിൻ്റെ ഒരു കൃത്യമായ കാരണം എന്ന് അറിയാൻ ഇനിയും സമുദ്ര ഗവേഷണ പഠനമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇത് സംബന്ധിച്ചുള്ളൊരു വിശദാംശങ്ങൾ പറയേണ്ടത്. പക്ഷേ ആളുകൾക്കൊക്കെ വലിയ ആശങ്കയാണ്. പ്രത്യേകിച്ച് വലിയ 2 അപകടങ്ങളാണ് കടലിൽ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കണ്ടെയ്നറുകൾ വന്നടിയുന്നു, അതിൻ്റെ വീപ്പകൾ വന്നടിയുന്നു, ഗ്യാസ് ടാങ്കറുകൾ വന്നടിയുന്നു. ഇതിനു പിന്നാലെയാണ് ഈ തിമിംഗലത്തിൻ്റെയും ഒപ്പം തന്നെ ഡോൾഫിൻ്റെയും ഒക്കെ ജഡം വന്നടിയുന്നത്. അത് ഈ കടലോര മേഖലയിലെ ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിശദീകരണങ്ങളോ പഠനങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതി അവർക്കുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ള കാരണമെന്ന് ഈ മനുഷ്യരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വമെങ്കിലും ബന്ധപ്പെട്ട വകുപ്പുകൾ കാണിക്കേണ്ടതുണ്ട്. ശരിയാണ്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലാണ് ഡോൾഫിൻ്റെ ജഡമടിഞ്ഞത്. വലിയ അപകടങ്ങൾ കടലിൽ നടന്നുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ എന്ന ആശങ്ക സ്വാഭാവികമായിട്ടും ആളുകളുണ്ടാവും. അധികൃതരാണത് ക്ലിയർ ചെയ്യേണ്ടത്.